ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ സോൾജർ ക്ലർക്ക് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ എക്സാം ടോപ്പിക് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ സിലബസ് എന്തൊക്കെയാണ് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ക്ലർക്ക് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റൻ്റ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്ത് തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അത് നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ്റെ എക്സാം ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഈ ഒരു എക്സാമിനേഷൻ ഓൺലൈൻ വഴിയാണ്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് മെത്തേഡിലൂടെയാണ് ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നത്. ചോദ്യങ്ങളെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടാണ് ഉണ്ടാവുക. ആകെ 50 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 200 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ ശരിയുത്തരത്തിന് നിങ്ങൾക്ക് 4 മാർക്ക് വീതം ലഭിക്കുന്നതാണ്. തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത എക്സാമിനേഷൻ്റെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ മെയിനായിട്ടും 5 ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ജനറൽ നോളജ്, ജനറൽ സയൻസ്, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ജനറൽ ഇംഗ്ലീഷ് തുടങ്ങിയ 5 ടോപ്പിക്കിൽ നിന്നാണ് എക്സാമിനേഷന് ചോദ്യങ്ങൾ ഉണ്ടാവുക. ജനറൽ നോളജിൽ നിന്നും 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 20 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജനറൽ സയൻസിൽ നിന്നും സെയിം തന്നെയാണ്, 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 20 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത് മാത്സ് ആണ്. മാത്സിൽ നിന്നും ആകെ 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 40 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത കമ്പ്യൂട്ടർ സയൻസ് നോക്കുകയാണെങ്കിൽ ആകെ 5 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 20 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും ആകെ 25 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മാക്സിമം നിങ്ങൾക്ക് 100 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതി. ഇനി അടുത്ത ഒരുപാട് പേർ ഈ ഒരു എക്സാമിനേഷൻ്റെ എക്സാം സ്റ്റഡി മെറ്റീരിയൽസ് ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു എക്സാമിനേഷൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് ജനറൽ നോളജാണ്. കറണ്ട് അഫയേഴ്സും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജനറൽ നോളജിലെ ചോദ്യങ്ങളുണ്ടാവുക. ഇനി അടുത്ത ജനറൽ സയൻസ് നോക്കുകയാണെങ്കിൽ ഡേ ടു ഡേ ലൈഫുമായി ബന്ധപ്പെട്ട ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് ജനറൽ സയൻസിലെ ചോദ്യങ്ങളുണ്ടാവുക. ഇനി അടുത്ത മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ നമ്പർ സിസ്റ്റംസ്, ഫണ്ടമെൻ്റൽ അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, ഓൾജിബ്ര, ജിയോമെട്രി, മെൻസ്ട്രേഷൻ, ട്രിഗ്നോമെട്രി തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് മാത്സിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത കമ്പ്യൂട്ടർ സയൻസ് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം, കൺസെപ്റ്റ് ഓഫ് മെമ്മറി, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്, ബേസിക് കൺസെപ്റ്റ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്, ഇൻട്രഡക്ഷൻ ടു വിൻഡോസ്, MS വേഡ്, MS പവർ പോയിൻറ്റ്, MS എക്സൽ തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ സയൻസിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്ത ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ കോംപ്രിഹെൻസേഷൻ, പാർട്ട് ഓഫ് സ്പീച്ച്, വെർബ്, ടെൻസ്, സെൻറ്റൻസ് സ്ട്രക്ചർ, ടൈപ്പ് ഓഫ് സെൻറ്റൻസ്, അതർ ഏരിയാസ്, അതായത് അതർ ഏരിയാസിൽ വരുന്നത് ഐഡിയം ആൻഡ് ഫ്രേസസ്, സിനോണിം ആൻഡ് അനോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന് തുടങ്ങിയ ടോപ്പിക്കിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാമിനേഷൻ്റെ സോൾജർ ക്ലർക്ക് എക്സാമിനേഷൻ്റെ എക്സാം ടോപ്പിക്ക് അതുപോലെ തന്നെ സിലബസുമായി ബന്ധപ്പെട്ട് ഏകദേശ ഐഡിയ ലഭിച്ചു കാണും എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.